ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർക്ക ടെക് പി എസ് സി. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 5ാമത്തെ സെഷനാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് അടങ്ങുന്ന 5ാമത്തെ സെഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ 4 സെഷൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സ്റ്റോറേജ് പ്രഷർ ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഇസ് 15 to 16 kilogram per centimeter square, 50 to 100 kilogram per centimeter square, 120 to 150 kilogram per centimeter square and 160 kilogram per centimeter square. ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ സ്റ്റോറേജ് പ്രഷർ, ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പ്രഷർ എത്രയെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് 120 to 150 kilogram per centimeter സ്ക്വയറിലാണ് ഓക്സിജൻ സ്റ്റോറേജ് പ്രഷർ ഉണ്ടാവുക. ഓക്കെ, അടുത്തത്: എ ഹെയർ ലൈൻ സെപ്പറേഷൻ ഡിഫക്റ്റ് എക്സിബിറ്റ്സ് ഇൻ വെൽഡിംഗ് ജോയിൻറ്റ് ഇസ് കോൾഡ് സ്പാറ്റർ, ക്രാക്ക്, എഡ്ജ് ഓർ പ്ലേറ്റ് മെൽറ്റഡ് ഓഫ് അണ്ടർ കട്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ക്രാക്കാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ വെൽഡിംഗ് ഡിഫക്ട്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും കൂടെ നോക്കി നോക്കും. ഓരോ ഡിഫക്റ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്പാറ്ററൊക്കെ അതേപോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹെയർ ലൈൻ ഡിഫക്റ്റ്. നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഒരു വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരു മുടിയുടെ പോലെ, അതാണ് അവിടെ ഹെയർ ലൈൻ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ കാണുന്ന ഡിഫക്റ്റാണ് ക്രാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഫോർ വെൽഡിംഗ് 3 mm തിക്നെസ് MS ഷീറ്റ് ദ സെലക്ടഡ് നോസിൽ നമ്പർ ഇസ് 2357. കറക്റ്റ് ആൻസർ വരുന്നത് 7 ആണ്. അതായത് 3 mm തിക്നെസ് ഉള്ള ഒരു MS ഷീറ്റ് വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടോർച്ചിൻ്റെ നോസിലിൻ്റെ നമ്പർ ഉണ്ട്, അത് 7 ആണ്. ഓക്കെ, നാലാമത്തത്: ഇൻ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഔട്ടർ എൻവലപ്പ് അറ്റ് ദി ടിപ്പ് ഓഫ് സെക്കൻഡറി എൻവലപ്പ് ജസ്റ്റ് എഹെഡ് ദ ഇന്നർ കോൺ, നൺ ഓഫ് ദീസ്. ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഹീറ്റ് ഏത് ഭാഗത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ജസ്റ്റ് എഹെഡ് ദി ഇന്നർ കോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരുന്നത് കാർബറൈസിങ് ഫ്ലെയിമും ഓക്സിഡൈസിങ് ഫ്ലെയിമും ന്യൂട്രൽ ഫ്ലെയിമും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾ ഈ മെറ്റീരിയൽസ് നോക്കുക. കാർബറൈസിങ് ഫ്ലെയിം ആണെങ്കിൽ അലോയ് സ്റ്റീൽസ്, അലൂമിനിയം അലോയ്സ് വെൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഓക്സിഡൈസിങ് ഫ്ലെയിം ആണെങ്കിൽ എക്സസ് ഓക്സിജനേക്ക് ഉണ്ടാകും. അതാണ് എൻ്റെ റേഷ്യോ 1.5:1. അതിൽ ബ്രാസ്, ബ്രോൺസ്, കോപ്പർ ഒക്കെയാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ ഈക്വൽ എസറ്റിലിൻ ആൻഡ് ഓക്സിജൻ രണ്ടും ഈക്വൽ എമൗണ്ട് ആയിരിക്കും. അത് ലോ കാർബൺ സ്റ്റീലും മൈൽഡ് സ്റ്റീലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ജസ്റ്റ് എഹെഡ് ദി ഇന്നർ കോൺ. അതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഇന്നർ കോണിൻ്റെ ആ ഒരു ഭാഗത്ത്, അതാണ് മാക്സിമം ടെമ്പറേച്ചർ സോൺ. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് മാക്സിമം ടെമ്പറേച്ചർ സോൺ ഉണ്ടാവുക. ഈ ഇന്നർ കോണിൻ്റെ ഒരു ഭാഗത്താണ് മാക്സിമം ടെമ്പറേച്ചർ സോൺ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അടുത്തത്: അസറ്റിലിൻ ഇസ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ, കാർബൺ ആൻഡ് നൈട്രജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ, കാർബൺ ആൻഡ് കാൽഷ്യം. അസറ്റിലിൻ എന്ന് പറഞ്ഞാൽ ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൽ അസറ്റിലിൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മിക്സ്ചറാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഈ കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്ന മിശ്രിതത്തിനാണ് നമ്മൾ അസറ്റിലിൻ എന്ന് പറയുന്നത്. അടുത്തത്: ഫോർ ഐഡൻറ്റിഫൈങ് ന്യൂട്രൽ ഫ്ലെയിം എ ക്ലിയർ ഷാർപ്പ് ഇന്നർ കോൺ ആൻഡ് ഷോർട്ട് ഫ്ലെയിം, 2 ഷാർപ്പ് ഇന്നർ കോൺ ആൻഡ് ലെങ്തി ഫ്ലെയിം, എ ക്ലിയർ റൗണ്ട് കോൺ വിത്ത് ലെങ്തി ഫ്ലെയിം, നൺ ഓഫ് ദീസ്. നമ്മളൊരു ന്യൂട്രൽ ഫ്ലെയിമിനെ നമ്മളെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എ ക്ലിയർ റൗണ്ട് കോൺ വിത്ത് ലെങ്തി ഫ്ലെയിം. 2 ദിവസം മുൻപ് നമ്മളതിൻ്റെ ഫിഗർ കണ്ടിരുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഈ ന്യൂട്രൽ ഫ്ലെയിം, അപ്പോൾ ഈ ന്യൂട്രൽ ഫ്ലെയിമിലാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള റൗണ്ട് കോൺ വരുന്നത്. അപ്പോൾ അതാണ് ഇന്നർ കോൺ എന്ന് പറയുന്നത്. ആ ഒരു കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ക്ലിയർ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു ലെങ്തി ഫ്ലെയിം അതിന് ന്യൂട്രൽ ഫ്ലെയിം ഉണ്ടാകും. അങ്ങനെയാണ് ആ ഒരു ഫ്ലെയിമിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റൗണ്ട് കോണിൻ്റെ ഉള്ളിലുള്ള ഇതാണ് റൗണ്ട് കോൺ വിത്ത് ലെങ്തി ഫ്ലെയിം. അടുത്തത്: ദ കോസ് ഓഫ് ബ്ലാക്ക് ഫയർ ഇസ്. ഓക്കെ, കോസ് ഓഫ് ബ്ലാക്ക് ഫയർ എന്നാണ് ചോദ്യത്തിലുള്ളത്. അത് അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. അത് ബാക്ക് ഫയർ ആണ്.
ഓക്കെ, ബാക്ക് ഫയർ ആണ്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫയർ എന്ന സാധനമില്ല, ബാക്ക് ഫയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസ്: പ്രഷർ സെറ്റിംഗ് ഈസ് ലോ, നോസിൽ ഈസ് ഓവർ ഹീറ്റഡ്, നോസിൽ ടച്ചസ് ദി മോൾട്ടൻ പൂൾ, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്യുമ്പോൾ ഞാൻ ആ മിസ്റ്റേക്ക് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ ബ്ലാക്ക് ഫയർ എന്ന് തന്നെ ഞാനിവിടെ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ബ്ലാക്ക് ഫയർ എന്നായിരുന്നു, അതങ്ങനെ തന്നെ എഴുതിയാണ്. അതും കൂടെ നമ്മളൊന്ന് എൻകൗണ്ടർ ചെയ്യണം, ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ. ബ്ലാക്ക് ഫയർ എന്നുള്ളത് ബാക്ക് ഫയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. ബാക്ക് ഫയർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രഷർ സെറ്റിംഗ് കുറവുണ്ടാവാം, നോസിൽ ഓവർ ഹീറ്റ് ചെയ്യുന്നതിനൊക്കെ ഉണ്ടാവാം, നോസിൽ മോൾട്ടൻ പൂൾ ടച്ച് ചെയ്യുന്നതിനൊക്കെ ഉണ്ടാവാം. അങ്ങനെ ആ 3 കാരണങ്ങളും ഈ ബാക്ക് ഫയറിന് കാരണമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അടുത്തത്, ഡ്യൂറിങ് ബാക്ക് ഫയർ ഓർ ഫ്ലാഷ് ബാക്ക് വിച്ച് വാൽവ് ഇസ് ക്ലോസ്ഡ് ഫസ്റ്റ്? ഓക്സിജൻ, അസെറ്റിലിൻ, ബോത്ത് ആർ ക്ലോസ്ഡ് അറ്റ് സെയിം ടൈം, നൺ ഓഫ് ദിസ്. എൻ്റെ ആൻസർ വരുന്നത് ഓക്സിജൻ ആണ്. അതായത് ബാക്ക് ഫയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക്, രണ്ടും ഒരേ പേര് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്ക് ഫയറും ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരേ സംഭവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് വാൽവ്, ഏത് വാൽവാണ് നമ്മൾ ആദ്യം അടക്കേണ്ടത്? ഓക്സിജൻ്റെ വാൽവാണ് നമ്മൾ ആദ്യം അടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനും ബാക്ക് ഫയറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബാക്ക് ഫയറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാക്ക് ഫയർ ഇസ് ദി കണ്ടീഷൻ വേർ ബൈ ദ ഫ്ലെയിം എൻറ്റേഴ്സ് ഇൻ ടു നോസിൽ ഓർ ടോർച്ച് വിത്ത് എ വയലൻ്റ് പോപ്പിംഗ് സൗണ്ട്. ബാക്ക് ഫയർ, നമ്മളൊരു ഫയർ ഇപ്പോൾ വെൽഡിങ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ തീ കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നോസിലേക്ക്, അതായത് നമ്മുടെ ഗ്യാസ് ടോർച്ചിൻ്റെ ആ ടോർച്ചിൻ്റെ നോസിലേക്കോ ടോർച്ചിലേക്കോ ഒരു വയലൻറ്റ് സൗണ്ടോട് കൂടി ഫ്ലെയിം ബാക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസം, അതിനാണ് നമ്മൾ ബാക്ക് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യനും ബാക്ക് ഫയർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്രം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഇവിടെ എന്ത് സംഭവിക്കും? ഫ്ലെയിം ഐദർ എക്സ്റ്റിങ്ക്യൂഷസ് ഓർ റീഇഗ്നൈറ്റ്സ് അറ്റ് ദി നോസിൽ. ഓക്കെ, അതൊരു പോയിൻ്റാണ് നോക്കണം കേട്ടോ. അത് വന്നാൽ എന്താ സംഭവിക്കുക? ബാക്ക് ഫയർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നുകിൽ ആ ഫ്ലെയിം അണഞ്ഞു പോകും. ഫ്ലെയിം ഐദർ എക്സ്റ്റിങ്ക്യൂഷസ് ഓർ റീഇഗ്നൈറ്റ്സ് അറ്റ് ദി നോസിൽ. ആ നോസിൻ്റെ അവിടെ വെച്ചിട്ട് വീണ്ടും അത് ഇഗ്നൈറ്റ് ആകും. അപ്പോൾ ഇവിടെ അതാണ് ഈ കോമൺ കോസസ് ആണ് ഇവിടെ പറഞ്ഞിട്ടോ. വീക്ക് അസെറ്റിലിൻ ഫ്ലെയിം വീക്ക് ആവും, അല്ലെങ്കിൽ ടിപ്പ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദി മോൾട്ടൻ പൂൾ. അതാണ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടിപ്പ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദി മോൾട്ടൻ പൂൾ, ഇതൊരു കാരണമാണ് ബാക്ക് ഫയറിൻ്റെ. ഓക്കെ, അടുത്തത്, ഇഫ് L is the length of inner cone of the flame, the tip to metal distance should be L mm, L plus 2 mm, L plus 4 mm, L plus 6 mm. അതായത് L നമ്മൾ നേരത്തെ ഇന്നർ കോൺ നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തു. അതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ ടിപ്പ് മുതൽ മെറ്റൽ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇന്നർ കോൺ L ആണെങ്കിൽ എന്തായാലും Lൻ്റെ മുകളിലേ വരുള്ളൂ. Lൻ്റെ മുകളിലേ ആ ഒരു ഡിസ്റ്റൻസ് വരുള്ളൂ. കാരണം L കഴിഞ്ഞിട്ടൊരു ഫ്ലെയിം ഉണ്ടല്ലേ, ഒരു കോണ് കഴിഞ്ഞിട്ടൊരു ഫ്ലെയിം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് L plus 2 mm ആണ്. ഓക്കെ, അപ്പോൾ L കഴിഞ്ഞിട്ട് 2 mm കൂടെ കഴിഞ്ഞിട്ടാണ് ആ ഒരു ടിപ്പ് ടു മെറ്റൽ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അടുത്തത്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ഇസ് റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 kilogram ഓഫ് അയൺ കംപ്ലീറ്റ്ലി? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചോദ്യം കേട്ടോ. 1 kilogram ഓഫ് അയൺ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ എത്ര ലിറ്റർ ഓക്സിജൻ വേണം? 250 ലിറ്റർ, 300 ലിറ്റർ, 350 ലിറ്റർ, 450 ലിറ്റർ. 300 ലിറ്റേഴ്സാണ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 1 കിലോഗ്രാം അയൺ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ എത്ര ലിറ്റർ ഓക്സിജൻ വേണം? 300 ലിറ്റർ ഓക്സിജൻ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക് ഇസ് 327 ഡിഗ്രി സെൽഷ്യസ്, 651 ഡിഗ്രി സെൽഷ്യസ്, 234 ഡിഗ്രി സെൽഷ്യസ്, 420 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽഡർ മാത്രമല്ല, ഒരു ഒട്ടുമിക്ക ടെക്നിക്കലായി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സിങ്ക്, അലൂമിനിയം, ഇതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 420 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 420 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റുള്ള മെറ്റീരിയൽസ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ലെഡ് എന്ന് പറഞ്ഞാൽ 327 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ലെഡ് 327 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എയിൽ കാണിച്ചിരിക്കുന്നത്. അലൂമിനിയം 660 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്.
ഏതാണ് അതിനോട് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് 651°C. അപ്പോൾ ഇവിടെ ചോദ്യം മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 651°C എഴുതാം. ഓക്കെ, ഏറ്റവും ക്ലോസ് ചെയ്ത് നിൽക്കുന്ന വാല്യൂ അതാണ്. പിന്നെ ടിന്ന് 232°C, ഇവിടെ 234°C കാണുന്നുണ്ട്. അതിനോടും അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ലെഡ്, അലൂമിനിയം, ടിന്ന്, സിങ്ക്. ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് ഇൻ ഗ്യാസ് കട്ടിംഗ് ടോർച്ച് ഇസ് ടു കൺട്രോൾ പ്രീ ഹീറ്റിംഗ് ഫ്ലെയിം, കൺട്രോളിങ് ഫ്യൂൽ ഗ്യാസ് ഫ്ലോ, സപ്ലൈ ഹൈ പ്രഷർ ഓക്സിജൻ, സപ്ലൈ ന്യൂട്രൽ ഫ്ലെയിം. നമുക്ക് ഗ്യാസ് കട്ടിംഗ് ടോർച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ലിവർ ഉണ്ടാവും. അതെന്തിനാണ്? സപ്ലൈ ഹൈ പ്രഷർ ഓക്സിജൻ ആണ്. അപ്പോൾ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഗ്യാസിൻ്റെ ടോർച്ച്. ഓക്സി അസറ്റിലിംഗ് വെൽഡിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോർച്ചാണിത്. ടോർച്ചിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലിവർ ഉണ്ടാവും. ഓക്കെ, ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് അതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് അത് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് കണ്ടോ? കട്ടിങ് ഓക്സിജൻ ലിവർ, കട്ടിങ് ഓക്സിജൻ ലിവർ. അപ്പോൾ ഈ ഓക്സിജൻ്റെ പ്രഷർ, ആ സപ്ലൈ, ഇതിലേക്കുള്ള സപ്ലൈ ഓക്സിജൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിവർ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ വിച്ച് സ്റ്റീൽ ദ ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ആൻഡ് അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ സെയിം? ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീൽ, യൂടെക്ടോയിഡ് സ്റ്റീൽ, ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ വരുന്നത് യൂടെക്ടോയിഡ് സ്റ്റീലാണ്. അതായത് ഏത് സ്റ്റീലാണ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റും അപ്പർ ക്രിട്ടിക്കൽ പോയിന്റും സെയിം ആയിട്ടുള്ളതാണ്, അത് യൂടെക്ടോയിഡ് സ്റ്റീലാണ്. അതായത് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് സാധാരണ നമ്മൾ പറയുമ്പോൾ 710°C, 723°C. അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 910°C ആണ് പറയുക. പക്ഷേ ഈ യൂടെക്ടോയിഡ് സ്റ്റീലിന് രണ്ടും ഒരേ പോയിന്റിലേക്ക് നിൽക്കാം. അപ്പോൾ ഈ ഒരു സംഭവം യൂടെക്ടോയിഡ്, ഹൈപ്പോ യൂടെക്ടോയിഡ്, ഹൈപ്പർ യൂടെക്ടോയിഡ് എന്നൊക്കെ ആ ഒരു സംഭവം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ നമ്മൾ അപ്പോൾ ആ ഒരു കാര്യം ഇതിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാത്തത്. അത് കുറേ നമുക്ക് പറയാനുണ്ട്. എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ്, എവിടെ നിന്നാണ് മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ എൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓസ്റ്റനൈറ്റ്, പിയർലൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. യൂടെക്ടോയിഡ് സ്റ്റീൽ ആണെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ പോയിന്റും അപ്പർ ക്രിട്ടിക്കൽ പോയിന്റും സെയിം ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങളിതും കൂടെ നോക്കി വെക്കുക കേട്ടോ. ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 723°C ആണ് വരിക, ആ ഒരു അപ്രോക്സിമേറ്റ് ആണ് വരിക. അതുപോലെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാൽ 910°C, 910°C ആണ് വരിക. അതാണ് ആ ഒരു അപ്രോക്സിമേറ്റ് ആണ് അവിടെ വരിക. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്തത്, ദ പേർപ്പസ് ഓഫ് നോർമലൈസിങ് ഈസ് ടു ഒബ്റ്റെയിൻ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, ഇൻക്രീസ് ഷോക്ക് റെസിസ്റ്റൻസ്, ടു ആഡ് കട്ടിംഗ് എബിലിറ്റി, ടു ഒബ്റ്റെയിൻ സോഫ്റ്റ്നെസ്. എൻ്റെ കറക്റ്റ് ആൻസർ ടു ഒബ്റ്റെയിൻ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചറാണ്. തൊട്ട മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അനീലിംഗ് എന്താണ്, നോർമലിംഗ് എന്താണ്, ഹാർഡനിങ് എന്താണെന്നൊക്കെ നമ്മളതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫർണസിൽ നിന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് പുറത്ത് എയറിൽ വെച്ച് തണുപ്പിക്കുന്ന ഒരു ഫിനോമിന. ഓക്കെ, ആ ഒരു പ്രക്രിയയാണ് നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു മെറ്റീരിയലിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ, ഒരു ഗ്രെയിൻ സ്ട്രക്ചർ ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഒബ്റ്റെയിൻ സോഫ്റ്റ്നെസ് ആണ്. അപ്പോൾ സോഫ്റ്റ്നെസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, അത് അനീലിംഗ് ആണ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ആ മെറ്റീരിയലിനെ ഡക്റ്റൈൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനീലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ദ റോളർ ടൈപ്പ് ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഇൻ സീം വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്. നമ്മൾ ഇലക്ട്രോഡ് സാധാരണ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുക, ഫീഡ് ചെയ്യുക. പക്ഷെ ഒരു ടൈപ്പ് വെൽഡിങ്ങിൽ അത് റോളർ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതിനാണ്? അതിൻ്റെ ഉത്തരം സീം വെൽഡിംഗ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ സീം വെൽഡിംഗ് ആണ്. സീം വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് വർക്ക് പീസ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ഒരു രണ്ട് ഇലക്ട്രോഡ് റോളർ ഉണ്ടാവും. ഇതാണ് ഇലക്ട്രോഡ് റോളർ. ആ റോളറിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സീമായ എഡ്ജാണ് നമ്മളിങ്ങനെ വെൽഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വെൽഡിങ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിലുള്ള കണക്ഷനാണ് നമ്മൾ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുന്നത്.
അപ്പോൾ ആ റോളർ ടൈപ്പ് ഇലക്ട്രോഡ് എവിടെയാണ് കാണുന്നത്? സീം വെൽഡിങ്ങിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇൻഫോർമേഷൻസ് അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടോ. നമുക്കിതിൻ്റെ കൂടെ നമുക്കിനി ഇപ്പോൾ നമുക്ക് 5ാം സെഷനായിട്ടുള്ള ഒരുപാട് സെഷൻസ് വെൽഡിങ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ 4 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.